നല്ല കാറ്റുണ്ട്, പിന്നെ അതുപോലെ തന്നെ കോടയുണ്ട്, പിന്നെ മഴയും എല്ലാം കൂടി ആയിട്ടൊന്നും പറയണ്ട മക്കളെ. ഇതെങ്ങനെ തണുത്ത് തണുത്തിട്ട് പല്ലെല്ലാം അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയില്ല, നമ്മൾ ഒരു റൈഡ് പോയാലോ എന്നിങ്ങനെ ആലോചിച്ച് ഞാനും ഷാലുവും കൂടി അത് ഇന്ന് റൈഡ് പോകുന്നത്. ഷാലുവിനെ നിങ്ങൾക്ക് അറിയില്ലേ, മുമ്പുള്ള പിന്നെ എൻ്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ യാത്രികളിൽ ഫ്രണ്ട്സ് ആയതാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റൈഡൊക്കെ പോകലുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കാലം അവൾ ഗൾഫിലൊക്കെ പോയിട്ട് ഇപ്പം വീണ്ടും വന്നതാണ്. ഇപ്രാവശ്യം വന്നിട്ട് പിന്നെ ഞങ്ങൾ എവിടെയും റൈഡൊന്നും പോയിട്ടില്ല. ഞാൻ കന്യാകുമാരി പോയ സമയത്താണ് അവൾ വന്നത്. അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാലക്കയം തട്ടിലേക്കാണ് പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. അപ്പോൾ പിന്നെ ഈ മഴ പെയ്യുമ്പോൾ അവിടെ നല്ല അടിപൊളി കോടയാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇവർ പോയിട്ടുണ്ട് അതിന്, ഷാലുവും പിന്നെ അതുപോലെ തന്നെ ബേബി ചേച്ചി കഴിഞ്ഞ ആഴ്ച 2 ദിവസം പോയി, അതായത് ശനിയാഴ്ച പോയി. അപ്പോൾ ആ കോടയൊക്കെ കണ്ടിട്ട് അവർക്ക് മതിയായിട്ടില്ല. പിറ്റേന്നും പോയി കോടയൊക്കെ കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ അത് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, എന്തായാലും പോയിട്ട് കോട കാണാം. ഞങ്ങൾ കഴിഞ്ഞ വർഷം പൈതൽ മലക്ക് പോയപ്പോൾ നല്ല കിട്ടുക്കാച്ചി കോടയൊക്കെ കണ്ടത്. നല്ല അത് എത്ര അനുഭവിച്ചു കഴിഞ്ഞാലും മതിയാവാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഏതായാലും ഇന്ന് പോവുക. കാരണം ഇത് പ്രീ പ്ലാൻഡ് അല്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും പിന്നെ പ്ലാൻ ചെയ്തിട്ടാണ് പോകും. പക്ഷേ ഇന്നത്തേതെന്ന് വെച്ചാൽ പ്രീ പ്ലാൻഡ് അല്ല. നമ്മളിപ്പം എന്താ പറയുക, ഒരു അരമണിക്കൂർ മുമ്പ് പറഞ്ഞെല്ലാം ഓക്കെ ആക്കിയിട്ട് പോകുന്നതാണ്. അവൾ പിന്നെ ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ ചായ എടുക്കുമ്പോൾ നീ ഒരു കപ്പ് കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കപ്പ് നോക്കുമ്പോൾ നല്ല പ്ലാസ്റ്റിക് കപ്പ് എവിടെയില്ല. എൻ്റെ അടുത്ത് നിന്ന് തീർന്നു പോയി. മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു പണിക്കാർക്കൊക്കെ ചായ എടുക്കുന്ന സമയത്ത് അത് തീർന്നു പോയി. അപ്പോൾ ഏതായാലും ഇതാ നല്ല അടിപൊളി കിട്ടക്കാച്ച് കപ്പ് കൊടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. അവിടെ ഇരുന്നിട്ട് കോടയിൽ ഇരുന്ന് ചായയിലും കുടിക്കാൻ വേണ്ടി ആ ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. ഇന്നത്തെ റൈഡിൽ നമ്മൾ അവഞ്ചറിനോട് സൈഡാക്കി ജൂപ്പിറ്റർ എടുത്തിട്ട് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ എന്താ പറയുക, മൊബൈലൊക്കെ കുറച്ച് കഴിയുമ്പോൾ കവറിലൊക്കെ ഇട്ട് വെക്കണം. പിന്നെ മാത്രമല്ല പിന്നെ എന്താ പറയുക, അവിടെയൊക്കെ റോഡ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ട് റോഡ് ഏകദേശം ഇല്ലയെന്ന് തന്നെ പറയാമെന്നാണ് ഷെമി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്താ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. കാരണം വെച്ചാൽ എല്ലാവരും പറയുന്നില്ല അവഞ്ചർ ക്രൂയിസ് വണ്ടിയാണ്. അപ്പോൾ പിന്നെ എനിക്ക് പൊതുവേ ആ ഒരു അങ്ങനെയുള്ള റോഡിലൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ പോകും. പിന്നെ ഒന്നാമത് എൻ്റെ കൂടെ ഉള്ളത് പില്ലിയനായിട്ടും ഉണ്ട്. പിന്നെ ഓഫ് റോഡിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഡോമിനർ. പക്ഷേ ഡോമിനർ ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, ബിഗിനർ ആയതുകൊണ്ടുള്ള ആ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ എടുത്തിട്ട് പോകുമായിരുന്നു, അടിച്ചു പൊളിച്ചിട്ട് വരാം. ഫ്രണ്ട്സ് ഇപ്പം നമ്മളുണ്ടല്ലോ പാലം മേടിച്ചു ഷാല് മേടിച്ചു പോയി പൊട്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പിന്നെ പാലക്കയം തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 3 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ താഴെ ജീപ്പ് സൗകര്യം ഉണ്ട്. പക്ഷേ ഷാല് പറഞ്ഞ് വേണ്ട, നമുക്ക് ഏതായാലും ജീപ്പ് പിടിക്കേണ്ട, വണ്ടി പോകാമെന്നെല്ലാം പറയും. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ അവിടെ വഴിയിൽ വെച്ചിട്ട് ഇതാ ഷാലുവിൻ്റെ കൂടെയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷാലുവിനെ മീറ്റ് ചെയ്യുന്നത് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ആദ്യം അത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് എന്ന് പറഞ്ഞ പോലെ മഴ ഒന്ന് നിന്നതാണ്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഓക്കെ, ഇനി ഏതായാലും മുകളിലെത്തിയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പാലക്കയം തട്ടിലെത്തി. ഷാലു വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ പിന്നെ ഷാലു വരണോണ്ടാണ് കേട്ടോ ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ ഞാൻ താഴെ നിന്ന് ജീപ്പ് പിടിച്ചപ്പോൾ ഷാലിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഷാലിപ്പോൾ ഇത് 3ാമത്തെ അല്ല 4ാമത്തെ എഴുത്തല്ലേ, 4ാമത്തെ എഴുത്താണ്. ഞാൻ വിചാരിച്ച 3ാമത്തേത് അല്ല 4ാമത്തേത്. ഓക്കെ, ഇനി ഏതായാലും നമ്മൾ ടിക്കറ്റിൻ്റെ എടുത്തിട്ട് അകത്ത് കയറിട്ട് ഷാല അവിടുന്ന് പാർക്കിംഗ് ചാർജ് കൊടുത്തത് 2 വീലറിന് 20, പിന്നെ അതുപോലെ തന്നെ കാറിനൊക്കെ 40, പിന്നെ ട്രാവലറിനൊക്കെ കൂടുതലുണ്ട് തോന്നുന്നു അല്ലേ. ട്രാവലറിനല്ലേ 70 രൂപയാണ്. അപ്പോൾ ഇപ്പം തന്നെ വറക്കാൻ തുടങ്ങി കേട്ടോ. നല്ല കാറ്റുണ്ട്, പിന്നെ അതുപോലെ തന്നെ കോടയുണ്ട്, പിന്നെ മഴയും എല്ലാം കൂടി ആയിട്ടൊന്നും പറയണ്ട മക്കളെ. ഇതെങ്ങനെ തണുത്തിട്ട് പല്ലെല്ലാം അടിക്കാൻ തുടങ്ങി. ഒരാൾക്ക് 45 രൂപയാണ് എൻട്രി ഫീസ്. പിന്നെ കുട്ടികളത് പ്രത്യേകിച്ച് ഉണ്ടോയെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, നമ്മളിങ്ങനെ കിടക്കുന്നത് കുറച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഉള്ളി വട 2. നമ്മൾ പിന്നെ ചായ വാങ്ങിച്ച് പിന്നെ സ്നാക്സ്
എല്ലാം വാങ്ങിച്ചിട്ട് മുകളിലേക്ക് കയറാൻ തന്നെ അതൊക്കെ ഒരു സ്ഥലം നോക്കിയിട്ട് വേണം മഴയത്ത് ചായ കുടിക്കാൻ വേണ്ടി. കാറ്റ് യെസ് അവിടെ ഇരിക്കാം. പാലക്കാട് തട്ടിൻ്റെ ഫ്രെയിമിൽ എന്നിട്ടാണ് രണ്ടാളും അതിൻ്റെ കൂടെ കട്ടൻ ചായ അടിപൊളിയല്ലേ സ്ഥലം. ഞാൻ ഷിറുവിൻ്റെ കൂടെ ലാസ്റ്റ് കൊറോണയിലായി പിന്നെ ഈ വഴിക്കാരും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വരുന്നതൊക്കെ ഇവിടെ കണ്ട കാഴ്ച തന്നെ നല്ല അടിപൊളി ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ലൈറ്റാണ്, നല്ല രസമാണ്. ഇപ്പോൾ രാത്രിയെല്ലാം നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ കത്തിച്ചിട്ട് നല്ല കിടക്കാച്ചി ആയിട്ടുണ്ടാവും. അല്ല ബേബി പോയിക്കൂടെ പോയിക്കൂടേന്ന് ഞാൻ കണ്ണിപ്പം നമ്മളുണ്ട് കൽപ്പുറമിലെത്തി. കൽപ്പുറം നമ്മളെന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഫുഡിൽ കയറാമെന്ന് വിചാരിച്ചത്. ഫുഡ് നോക്കുമ്പോൾ പിന്നെ ഷാലൂന് എന്താ പറയുക ഫലൂത്തിയോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ലുഗൂസ് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റിലുള്ള ഒരു കൊക്കോ നടത്തി സെൻട്രൽ കൊക്കോനട്ടിൻ്റെ പിന്നെ എന്താ ലൂസ് ആണെങ്കിൽ ഇവിടെ. അപ്പോൾ അവിടെ കയറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പിന്നെ അവിടെ കുറേ സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങളാണ്. ഇവിടെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു കോക്ടെയിലാണ്. പിന്നെ കോക്ടെയിൽ ട്രൈ ചെയ്യാനുള്ളത് നമ്മൾ സാധാരണ കോക്ടെയിലിൻ്റെ കളറല്ല കേട്ടോ, നല്ല മഞ്ഞയും പിന്നെ വൈറ്റ് ലൈറ്റുള്ളതാണ്. വൈറ്റ് ടെൻഡർ കോക്കനറ്റാണ്, പക്ഷേ യെല്ലോ എന്നാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, എന്തായാലും ഞാൻ കുടിച്ച് നോക്കട്ടെ. ടെൻഡർ കോക്കനറ്റിൽ ഫുള്ളായിട്ടുള്ള ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ആ യെല്ലോ അതുമാത്രമായിട്ട് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. ഇടുമ്പോൾ തന്നെ അതിങ്ങനെ മിക്സായി പോകും. അതുകൊണ്ട് അതെന്താണെന്ന് മനസ്സിലാകുന്നത്. നട്ട്സും ഉണ്ട്, പിന്നെ കോൺഫ്ലേക്സ് ഇങ്ങനെ എടുത്ത് നല്ല ടേസ്റ്റ്. വീട്ടിലെത്തുമ്പോഴേക്കുണ്ടായ സമയം 7:30 മണിയായി. വന്ന് പറയുന്ന നേരെ കിച്ചണിലേക്ക് പോയി ഫുഡെല്ലാം ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം 10:30 മണിയായി. ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ വിചാരിച്ചാൽ അതിൽ ഔട്ടറും കൂടി എടുക്കാം. അപ്പോൾ ഇന്ന് കോക്ടെയിൽ കുടിച്ചതിൻ്റെ ഒരു ചെറിയ റിസൾട്ടെല്ലാം വരുന്നുണ്ട്. സൗണ്ട് ചെറുതായിട്ട് പോയോ എന്നൊരു സംശയം. ഷിറു എന്നോട് ചോദിച്ച് സൗണ്ടൊന്നും പോയിട്ട് ഞാൻ പറയില്ല. പക്ഷെ തണുപ്പത്ത് വന്നിട്ട് അതിൽ കുടിക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ റൈഡിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനുള്ള കിട്ടക്കാച്ചത്തെ റൈഡായിരുന്നു. എനിക്ക് ഈ കോടയും പിന്നെ മഴയൊക്കെ ഉള്ളപ്പോൾ എന്ന് വെച്ചാൽ ബൈക്ക് റൈഡ് പോകാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. എത്ര പോയാലും മതിയാവില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കാറ്റ് കയറി വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റായിരുന്നു നമ്മൾ. കാരണം വെച്ചാൽ നല്ല ഹൈറ്റിലെല്ലാം ഉള്ളത്, അപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ മഴയോ അങ്ങനെ എല്ലാം കൂടി വോയിസ് ചെറിയ ബ്രേക്ക് ആയിപ്പോയിട്ടുണ്ടോ, എന്താ പറയുക ക്ലിയർ ഇല്ലാതെ ആയിപ്പോയിട്ടുണ്ടോ എന്നുള്ളതൊരു ഡൗട്ടുണ്ട്. ഏതായാലും എഡിറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ അതുമാത്രമല്ല എനിക്ക് പിന്നെ എന്താ പറയുക എൻ്റെ മൊബൈലൊന്ന് മാറ്റേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൽ ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ സൈഡാക്കി വെച്ചിന്. പിന്നെ പിന്നെ വിവോയിലെ എടുത്ത് അത്ര ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഇന്നത്തെ വ്ളോഗിനെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.